ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മൂവി, നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച മൂവി, ഗൗതം വാസുദേവൻ ഡയറക്ട് ചെയ്ത പടമാണ്. സോ ഇപ്പോൾ പടത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത് നീരജ് രാജൻ, സൂരജ് രാജൻ, ഗൗതം വാസുദേവനോട് ചേർന്നാണ് സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത്. സ്റ്റോറി നീരജ് രാജൻ്റെയാണ്. സോ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. പിന്നെ പടത്തിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് വിഷ്ണു ദേവ് എന്ന് പറഞ്ഞ ആളാണ്. സോ മ്യൂസിക് ചെയ്തേക്കുന്നത് ദർബൂക്ക ശിവ എന്ന് പറഞ്ഞൊരു പുതിയ ആളാണ്. ആ പടത്തിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പോൾ മമ്മൂക്ക ഉണ്ട്, ഗോകുൽ സുരേഷ് ഉണ്ട്, ലെനയുണ്ട്, പിന്നെ ഡാൻസർ ആക്ടർ വിനീത്, സിദ്ദിഖൊക്കെ ഉണ്ട്, പിന്നെ വിജയ് ബാബു ഉണ്ട്, ഷൈൻ ടോം ചാക്കോ, ഗൗതം വാസുദേവൻ അതിൽ ചെറിയൊരു ക്യാമറ റോൾ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് പുള്ളിയുടെ എല്ലാ പടത്തിനകത്തും പുള്ളി ചെറിയൊരു ക്യാമറ റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിനകത്തും ഉണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ആയിട്ട് പോകുന്ന ഒരു പടമാണ്. പുള്ളി ഷെർലക് ഹോമായിട്ടാണ് മമ്മൂക്ക അതിനകത്ത് വരുന്നത്. പുള്ളിക്കാരൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഗോകുൽ സുരേഷാണ് വരുന്നത്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷെർലോക്ക് ഹോം പടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു ടൈപ്പായിട്ടാണ് പടം പോകുന്നത്. പുള്ളി ഇതിനകത്തൊരു CI ആയിട്ടാണ്, ഒരു CI, അതായത് VRS എടുത്തിരിക്കുന്ന ഒരു CI ആണ്. CI ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് കുറച്ച് കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഗോകുൽ സുരേഷ് വരുന്നു. പിന്നെ അവർ രണ്ടുകൂടെ ഒരു കേസ് അന്വേഷണമായിട്ട് പോകുന്നു. കോയിൻസിഡന്റ് ആയിട്ട് ഒരു കേസ് വരുന്നു. അതിനെ ചുറ്റിപ്പറ്റി പോകുമ്പോൾ വേറെ കുറച്ച് സംഭവങ്ങൾ ബ്ലാ 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 ബ്ലാ. ഇത് കംപ്ലീറ്റ്ലി കൂടുതൽ പറയാൻ പറ്റില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ. ഷെർലക് ഹോംസിന്റെ പടം നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബേസ് ആയിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂടി പോകുന്ന പടം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഒരു ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് വെച്ച് ഈ പടം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ അങ്ങനത്തെ പടം ഇഷ്ടമുള്ളവർക്ക് ഈ പടം വർക്ക് ആവുന്നതായിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഫൈറ്റ്, മാസ്, കാർ ചേസ്, ഭയങ്കര ആക്ഷൻ, ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പുകൾ, അങ്ങനത്തെ ഒന്നും പടം നിങ്ങൾ പ്രതീക്ഷിച്ച് പോകല്ലേ. പിന്നെ അതിനകത്ത് കൂടുതലും ഫൈറ്റ് ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഫൈറ്റ്, എന്തുകൊണ്ട് ആ ഒരു സ്ലോ ബേസിൽ പോകുന്നൊരു ഫൈറ്റ് എന്ന്. ബട്ട് ഈ പടത്തിന് അങ്ങനെയാണ്. കാരണം പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്, VRS എടുത്തൊരു പോലീസ് ഓഫീസറാണ്. സോ ഹീസ് വെൽ ട്രെയിൻഡ് ആൻഡ് ഹീ നോ ഹൗ ടു ഹാൻഡിൽ സം പേഴ്സൺ, അല്ലെങ്കിൽ ഹീ നോ ഹൗ ടു ഫൈറ്റ്. സോ നമ്മുടെ ഒറിജിനൽ ഫൈറ്റൊക്കെ അങ്ങനെയല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ പോകുന്ന അങ്ങനത്തെ ഫൈറ്റ് ഒന്നുമല്ല. ഒരു ഒറിജിനൽ ഫൈറ്റ് എങ്ങനെ ആയിരിക്കും, ഇടിച്ചു കഴിഞ്ഞാൽ വഴിയുന്നു വീഴുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഗൗതം വാസുദേവൻ പറഞ്ഞതുപോലെ തന്നെ ഈ പടത്തിനെ വെച്ച്, അതായത് ഈ ഒരു ഡൊമിനിക് എന്നുള്ള ഇതിനെ വെച്ചുകൊണ്ട് തന്നെ വേറെ കുറെ പടങ്ങൾ ഇതിന്റെ ഫ്രാഞ്ചൈസി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ പേര് വരുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ്. സോ വേണമെങ്കിൽ ഡൊമിനിക് ആൻഡ് ദ സോ ആൻഡ് സോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കുറേ ഫ്രാഞ്ചൈസി വേണമെങ്കിൽ ഇറക്കാൻ പറ്റും. കാരണം ആ ടൈറ്റിൽ വെച്ചാണ് ആ പടം പോകുന്നത്. സോ ആ ടൈറ്റിൽ മാറുന്നതിനനുസരിച്ച് ഡൊമിനിക് ആൻഡ് ബ്ലാ 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 വെച്ച് കഴിഞ്ഞാൽ വേറെ പടങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇറക്കാൻ പറ്റും. സോ അത് വേണമെങ്കിൽ ഫ്രാഞ്ചൈസി ആയിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഷെർലക് ഹോം പടം. അതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അതിനകത്ത് സിദ്ദിഖിന്റെ ചെറിയൊരു സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൈൻ ടോമിന്റെ ആണെങ്കിലും ചെറിയൊരു മിന്നാമൽ സീനൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നു പോകുന്ന കുറേ സീനുകളാണ്. വിജയ് ബാബു ആയിക്കോട്ടെ, വിനീത് ആയിക്കോട്ടെ, ഇൻട്രോഗേഷൻ സീനുണ്ട് നമ്മുടെ വിനീതും മമ്മൂക്കയും തമ്മിലുള്ള. അതൊക്കെ നൈസായിട്ടാണ് പോയേക്കുന്നത്. പിന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് മമ്മൂക്ക എന്താ പറയുക, ഈ ഒരു ടൈപ്പ് ഓഫ് മൂവീസ്, അതായത് പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ആക്ഷൻ മസാല അല്ലെങ്കിൽ ഭയങ്കര പാൻ ഇന്ത്യൻ ആയിട്ടുള്ള മൂവീസൊക്കെ മാത്രം വേണമെങ്കിൽ ചെയ്തു പോകാം. ബട്ട് മമ്മൂക്ക ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു പുതിയ നടന്മാർ അല്ലെങ്കിൽ പുതിയ ആക്ടേഴ്സ് ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത ഒരു പാത്തിൽ കൂടാണ് മമ്മൂക്ക പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് മമ്മൂക്ക. ആൻഡ് എന്താ പറയുക, ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ പുതിയതായിട്ടുള്ള ആക്ടേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു മൂവി ചോയ്സസ് ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പോയിക്കോട്ടെ. മമ്മൂക്കാൻ്റെ വരാനിരിക്കുന്ന പടത്തിനകത്ത് മമ്മൂക്ക വില്ലനായിട്ടൊക്കെ വരുന്നതാണ് കേൾക്കുന്നത്. വിനായകനാണ് നായകനായിട്ടൊക്കെ വരുന്നത് കേൾക്കുന്നുണ്ട്. സോ ആ പടമൊക്കെ എങ്ങനെ ആയിരിക്കും അല്ലേ? കാരണം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആ ഒരു മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആളൊരു വില്ലനായിട്ടൊക്കെ വരുന്നത് പറയുമ്പം എന്തായിരിക്കും അല്ലേ? സോ അപ്പോൾ അങ്ങനത്തെ ഉള്ള പടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മമ്മൂക്ക പൊളിക്കും. മമ്മൂക്ക ആൻഡ് ഗൗതം വാസുദേവൻ, വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി. സോ യു ആർ ഡൺ എ ഗ്രേറ്റ് ജോബ് ആൻഡ് നൈസ് മൂവി. ആൻഡ് എന്താ പറയുക, ഇതേപോലുള്ളതും ഇനിയും കുറച്ചും കൂടെയൊക്കെ തമിഴിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസൊക്കെ നമ്മുടെ ഇവിടെയും കൂടെ ഒക്കെ വരട്ടെ. അങ്ങനത്തെ റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു കാക്ക അങ്ങനത്തെയൊക്കെ പടങ്ങൾ നമ്മുടെ ഇവിടെയും കൂടെ ഒക്കെ കൊണ്ടുപോവാം. എനിവേ എന്തായാലും നൈസൊരു പടമാണ്, പോയി കാണുക. അപ്പോൾ അതിലുള്ളൂ. ബൈ.